പുറംകടലിൽ കപ്പൽ മുങ്ങി 2 ആഴ്ച പിന്നിട്ടിട്ടും നടപടിയെടുക്കാതെ സർക്കാർ. വിഷവസ്തുക്കൾ അടങ്ങുന്ന കണ്ടെയ്നറുകളും ഇന്ധനവും കടലിന്റെ അടിത്തട്ടിൽ അടിഞ്ഞു കിടക്കുമ്പോഴും സർക്കാരിന് മൗനമാണ്. തീരത്ത് ആശങ്ക തുടരുമ്പോഴും ആരോട് ചോദിക്കണമെന്നോ ആർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നോ എന്നറിയാതെ കൈമലർത്തുകയാണ് സർക്കാർ. കടലിൽ വിഷവസ്തുക്കളും ഇന്ധനവും അടിഞ്ഞുകൂടുമ്പോഴും സർക്കാരിന്റെ മൗനം തുടരുകയാണ്. എന്നാൽ കപ്പൽ ദുരന്തത്തിന്റെ ഉത്തരവാദിത്വം ആരുടെയെന്നറിയാതെ കൈമലർത്തുകയാണ് അധികൃതർ. കടൽ സമ്പത്ത് സംരക്ഷിക്കാനുള്ള അവശ്യ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടതുണ്ടെന്ന് വിവിധ പരിസ്ഥിതി പ്രവർത്തകരും തീരദേശ സമൂഹവും ആവശ്യമുന്നയിക്കുമ്പോഴും സർക്കാർ മൗനം വെടിയുന്നില്ല. സമുദ്രജല മലിനീകരണം, സമുദ്ര പരിസ്ഥിതി നാശം, മത്സ്യത്തൊഴിലാളികൾക്കും മറ്റുമുണ്ടാകുന്ന ദീർഘകാല നഷ്ടം തുടങ്ങി ഇവർ നേരിടുന്ന പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടും സർക്കാർ നടപടി സ്വീകരിക്കുന്നില്ല. നാളുകളെടുത്ത് നഷ്ടപരിഹാരത്തിനായുള്ള നിയമ പോരാട്ടം നടത്തുമ്പോൾ തന്നെ കപ്പൽ അപകടത്തിന്റെ ബാക്കിപത്രമായ പരിസ്ഥിതി നാശമടക്കമുള്ള കാര്യത്തിലും കേരളത്തിന് പൊരുതേണ്ടതുണ്ട്. കാരണം കാലപ്പഴക്കം ചെന്ന കപ്പൽ ഉയർത്തിയെടുക്കാൻ കപ്പൽ കമ്പനിക്ക് യാതൊരു താല്പര്യവും ഉണ്ടാകണമെന്നില്ല. കൊച്ചി തീരത്ത് നിന്ന് 38 നോട്ടിക്കൽ മൈൽ മാത്രം അകലെ 51 മീറ്റർ താഴ്ചയിലാണ് കപ്പൽ കിടക്കുന്നത്. ജനം, തിരുവനന്തപുരം.